ആ ഒരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്യം സംഭവിച്ചത് എങ്ങനെയായിരുന്നു? അജിൻ, ഇത് സത്യം പറയുകയാണെങ്കിൽ ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 4-5 വർഷം മുമ്പ് സർജറി കഴിഞ്ഞ ആ ഉടനെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ടില്ലേ, ആ അപ്പം ഇനി ഒരു സ്ത്രീ ആയിട്ട് കണ്ടൂടെ എന്ന് ചോദിച്ചിരുന്നു. ഉം. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രസ്താവന. ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരു ട്രാൻസ്വുമനായിട്ട് കണ്ടാൽ മതി എന്നുള്ളത്. എൻ്റെ പഴയ ഇൻ്റർവ്യൂസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ വാക്കുകൾ അന്ന് അന്ന് പറഞ്ഞിരുന്നതാ? പറഞ്ഞിട്ട്, പക്ഷെ ആ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് ഒരു ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ അതാരും അറിയപ്പെട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഉം. പക്ഷെ അന്ന് ഞാൻ കണ്ട സെയിം സാധനം തന്നെയാണ് ഞാൻ ഇന്ന്. ഇപ്പോൾ എൻ്റെ സിനിമ ഇറങ്ങുന്നത് തലേ ദിവസം നല്ല ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് മീഡിയാസിൻ്റെ മുമ്പിൽ അവർ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഒരു ആൻസർ എഴുതുക. പക്ഷേ അത് എല്ലാ കേരളം മൊത്തം ഒന്നടങ്കം അത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം, എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് ഇപ്പം ഉണ്ട്. ആ പറഞ്ഞ വാക്കുകൾ ഞങ്ങളുടെ ക്യാമറയെ നോക്കി ഒന്നുകൂടെ ഒന്ന് പറയുമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ സമൂഹം അംഗീകരിക്കുന്നത് പോലെ ഒരു ലേഡിയല്ല ഞാൻ. അപ്പം അത് നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹോർമോൺസുകൾ, ക്രോമോസോമുകൾ, അതുപോലെ മാനസികാവസ്ഥ, ഇതെല്ലാം നമുക്ക് ഒരു സ്ത്രീയുടെയും ശരീരം മാത്രം, ഘടന മാത്രം ഒരു പുരുഷൻ്റെ ആയത് സ്ഥിതിക്ക് നമുക്ക് ആ ശരീരത്തെ മാത്രം നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് കൊണ്ട് ആ ശരീരത്തെ ചെയ്ത ഒരു സ്ത്രീ ആയതാണ് ഞാൻ. അപ്പം അതിന് എന്നെ സംബന്ധിച്ച് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു വേർഡാണത്. കാരണം വെച്ചാൽ എന്നെ ഒരു ട്രാൻസ് വുമണായിട്ട് കണ്ടാൽ മതി. എന്തിനാണ് നമുക്ക് ആവശ്യമില്ലാത്ത പട്ടങ്ങൾ നമുക്ക് തരേണ്ട ആവശ്യം? എനിക്ക് ജീവിക്കാൻ കംഫർട്ടായിട്ടുള്ള ഈ ഒരു ഇതിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ സാറ്റിസ്ഫാക്ഷനിൽ ഞാൻ ജീവിച്ച് തീർത്തോളാം. അപ്പോൾ അതിലെനിക്ക് നിങ്ങളായിട്ട് എന്താ പറയുക, ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെയായിട്ട് എനിക്കൊരു ഇത് തരണം, എനിക്കൊരു നിർബന്ധവുമില്ല. എനിക്ക് അങ്ങനെ ഒരു അംഗീകാരം വേണ്ട. ലേഡി എന്നുള്ളൊരു അംഗീകാരം വേണ്ട. തീർച്ചയായിട്ടും എനിക്ക് ലേഡി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് സമൂഹം അംഗീകരിക്കുന്ന ലേഡി. ഞാൻ എന്നൊരു വ്യക്തി, എൻ്റെ ഉള്ളിലുള്ള ഒരു ലേഡി ഉണ്ട്. ആ ഒരു ലേഡി ആയാൽ മതി എനിക്ക്. അല്ലാതെ സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ അവർക്ക് പ്രഗ്നൻസി, പീരീഡ്സ്, ഇതെല്ലാം കൂടെ പൂർണ്ണമായിട്ട് അങ്ങനത്തെ രീതിയിലാണ് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടല്ല ലേഡി. ഈ വാക്കുകൾ പറയുമ്പോഴും കൂടുള്ള കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെന്തെങ്കിലും വഴക്ക് പറയുവോ, അല്ലെങ്കിൽ എന്തിന് ഇത് പറഞ്ഞു എന്ന് പറയുവല്ലോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആ ഗ്രൂപ്പിൽ കേട്ട സമയത്ത് അപ്പോൾ കണ്ടില്ലേ, റിയ നല്ല ഇത് പറഞ്ഞ സമയത്ത് റിയയ്ക്ക് നല്ല പോസിറ്റീവ് കമൻസുകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളൂ. നെഗറ്റീവായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. റിയ ഒരു 8 കൊല്ലം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടിയായിരുന്നു. പക്ഷെ ആ കാലഘട്ടം അല്ലല്ലോ ഇന്ന്. നിങ്ങളെ ആളുകൾ ചേർത്ത് പിടിക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലെന്താ പറയുള്ളത്? തീർച്ചയായിട്ടും ജനങ്ങളെല്ലാവരും നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന സാധനം തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെനിക്ക് തിരിച്ചു കിട്ടാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല അക്സെപ്റ്റൻസും കിട്ടാറുണ്ട്. എവിടെ പോയാലും 1000 ആൾക്കാരുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഒരു ഫെയിമായി കിട്ടാറുണ്ട് എനിക്ക്. പക്ഷെ അപ്പോഴും ചില ആളുകൾ, നിങ്ങളുടെ സംഘടന ഉള്ളവർ തന്നെ ട്രാൻസ് വുമൻസ് ഒക്കെ ഭയങ്കര അലമ്പുണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, കാര്യമില്ലാത്തതിന് തമ്മിൽ തല്ലുന്നു. അതൊക്കെ കണ്ണുകൊണ്ട് കാണുമ്പം റിയയ്ക്ക് എന്തോ അവരോട് പറയാനുള്ളേ? അത് നിങ്ങളെയും കൂടെ ഒരുമാതിരി നെഗറ്റീവിലോട്ട് കൊണ്ടുപോകല്ലേ? ഒരിക്കലും. കാരണം എന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം, എനിക്ക് എങ്ങനെ അക്സെപ്റ്റ് നേടണം എന്ന് എനിക്കറിയാം. അത് ഒരു അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറയാം, ആ സുഹൃത്തുക്കൾ ചെയ്തതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഇപ്പം അടുത്ത് നടന്ന സമരത്തിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വീഡിയോ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. ഞാൻ അപൂർവം 1-2 ആൾക്കാരോട് പേഴ്സണലി എന്നോട് ചോദിച്ചത്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ ചോദിച്ചപ്പോൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് വന്നു, ആ കേസ് അത് കോടതിയിൽ ചെന്ന് ഞങ്ങൾ നിരപരാധികളാണ് എന്ന് തെളിയിക്കേണ്ട സമയത്ത് അവിടെ പോയി സമരം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പോലീസ് SIനെ മാറ്റണം എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല. അത് അവർ ചെയ്ത തെറ്റ് എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ അതിലേക്ക് കുറേ അവരുടെ ചിലപ്പം അറിവില്ലായ്മയായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അവർ കുറേ മുമ്പും കുറേ അനുഭവിച്ച കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷനൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. ഈ മറ്റുള്ള ആളുകളെക്കാൾ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഇത് റിയാലിറ്റിയാണ്. 100%. ഇപ്പം ഒരു വൈകല്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ അതിനോട് കരുണയാണ് നമ്മൾ കാണിക്കുന്നത്, അല്ലേ? പക്ഷേ ഇത് നമ്മുടേതല്ലാത്ത തെറ്റാണ്. 100%. ആർക്കാണ് അജിൻ ഇങ്ങനെയൊരു ഇതിലേക്ക് മാറാനും അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാനൊക്കെ കഴിയാം? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്ന അവഗണന കാരണം ഇന്ന് എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഞാൻ AC കാറിൽ പോകുന്നു, AC ട്രെയിനിൽ പോകുന്നു, AC റെസ്റ്റോറൻറ്റിൽ പോകുന്നു. ഇതിനൊക്കെ മുമ്പുള്ളൊരു റിയ ഉണ്ടായിരുന്നു.
ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ ഒരു മുട്ട റൈസ് വാങ്ങിയിട്ട് 2 നേരം കഴിച്ചതും മൂട്ട കടി കണ്ട് റൂമിൽ കിടന്നതും, ഇതൊക്കെ ഏതൊരു സക്സസിൻ്റെ ആൾക്കാരുടെയും അതെ. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റോറി ഉണ്ട്. ഇങ്ങനെയുള്ളൊരു സ്റ്റോറി ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് അവരത് അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ടാവും. തീർച്ചയാണ്. അപ്പം ഒരുപാട് പരിഹാസങ്ങൾ. കാരണം നമ്മളൊന്ന് നടന്ന സമയത്ത് ഇതിൻ്റെ ഒരു രൂപത്തിൽ നിന്ന് മാറി ഇന്ന് എൻ്റെ ഈ പഴയ കോലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അജിൻ തന്നെ ചിലപ്പോൾ നെട്ടും. ഉം. അത്ര വൃത്തികെട്ട കോലമായിരിക്കും. ചിലപ്പോൾ ഞാൻ വിഗും വെച്ച് ബ്രഷിന് ഈ പറയും പോലെ ചിരട്ടയല്ല പഞ്ഞിയും വെച്ച് നടക്കണ കുറേ കാലം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം സ്ത്രീ എന്ന കാഴ്ചപ്പാട് മാത്രമായിരുന്നു. ഇത് രൂപത്തിൽ മാറണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു എൻ്റെ ഉള്ളിൽ. അന്നത്തെ കാലത്ത് കാണുന്ന അതിൽ നിന്ന് ഇതിലേക്ക് വരെ എത്തിപ്പെടാനിടുന്ന നമ്മുടെ ഹെയർ വളർച്ചകൾ, രോമ വളർച്ചകൾ, ഓരോ പെയിൻഫുൾ ആയിട്ടുള്ള സർജറി ഒക്കെ ചെയ്ത സമയത്ത് യൂറിൻ ബാഗും പിടിച്ച് കൈ പിടിച്ച് നടക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്.